ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പാണെന്ന് വിചാരിച്ച് നമുക്ക് പണിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. നമ്മളിതാ രാവിലെ തന്നെ അടുക്കളയ്ക്ക് കുറച്ച് ചേരിയൊക്കെ കൊണ്ടുപോയിടാണ്. നമുക്ക് വൈകുന്നേരം തീയൊക്കെ പിടിപ്പിക്കണമല്ലോ. അപ്പോൾ നേരത്തെ തേങ്ങയൊക്കെ വെട്ടിയിരുന്നു. തേങ്ങ വെട്ടിയപ്പോൾ അതിൻ്റെ ചേരി ആണ് അത് അകത്തേക്ക് ഇടാൻ മറന്നിരുന്നു കേട്ടോ. ഒരു ദിവസത്തെ മഴയൊക്കെ കൊണ്ടു. ഏതായാലും ഇനി പുറത്തിട്ടാൽ ശരിയാവില്ല, ഇനി പിന്നെയും നനയും എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇതൊക്കെ അകത്തേക്ക് എടുത്തിടാണ് കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണ്ടല്ലോ അല്ലേ? ക്ഷീണമൊക്കെ ഉണ്ടോ കുട്ടികളെ? നല്ല ക്ഷീണമാണല്ലേ, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് നമുക്കൊരു മഴ കിട്ടി, അത് അൽഹംദുലില്ലാ. അപ്പോൾ ഇതാ നമ്മൾ മേലേക്ക് തേങ്ങ ചിക്കിടാനും വേണ്ടിയിട്ട്, അതായത് തേങ്ങ വെയിലത്തിടാനും വേണ്ടിയിട്ട് മേലേക്ക് കണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലിയാൻ്റെ അടുത്താണ് ഫോൺ. അപ്പോൾ ആലിയ ഇങ്ങനെ അവിടുന്ന് നല്ല വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പുറത്ത് തൊടിയിൽ പണിക്കാരുണ്ട്. നമ്മളെ കാക്കാൻ്റെ മോൻ്റെ വീട് പണി ഇന്ന് ചെറിയ വാർപ്പാണ് കേട്ടോ, സൺസൈഡ് വാർപ്പൊക്കെയാണ്. അങ്ങനെ നമ്മൾ കൊപ്രയൊക്കെ ഒന്ന് ചിക്കാണ്. ഇതൊക്കെ നോമ്പിന് മുന്നേ ഉണക്കി ആട്ടി പാത്രത്തിലാക്കി വെക്കേണ്ടതാണ്. ഞാൻ നോമ്പിൻ്റെ തലേന്നാണ് ഇത് വെട്ടണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നത്. കുറച്ച് തേങ്ങ ഉള്ളായിരുന്നു, ഉള്ളത് അങ്ങോട്ട് വെട്ടാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ വെയിലത്തിട്ട് അതിൻ്റെ ശേഷം വേണം നമ്മുടെ ആടുകൾക്കൊക്കെ ഒന്ന് ഇല താഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അതൊക്കെ ഇട്ടിട്ട് അവർക്കും കൂടി വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അടുക്കളയിലെ പണികളിലേക്ക് നോക്കണം. അപ്പോൾ അപ്പുറത്തൊക്കെ പണിക്കാരും ഒച്ചപ്പാടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ തട്ടലും മുട്ടലും കൊട്ടലൊക്കെ കേൾക്കുന്നത്. വോയിസ് കൊടുക്കാനും ഒരു സൗകര്യമില്ല. ഏതായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ കാക്കൈകളെടുത്തുനിന്ന് നമുക്ക് ആ തേങ്ങാപ്പൂളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായി വലയിട്ടിട്ടൊന്ന് നമ്മൾ മൂടി വെക്കണേ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തേക്കൊരു ജ്യൂസാണ് കേട്ടോ. എന്ത് ജ്യൂസാണെന്ന് വെച്ചാൽ കൈതച്ചക്ക ജ്യൂസാണ് കേട്ടോ. അത് ഒക്കെ ഇതാ മുറിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണേ. നമ്മൾ വല്ലാതെ ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ആങ്ങളുള്ളതുകൊണ്ട് അവനക്കും കൂടി കരുതിയിട്ട് കുറച്ചധികം ജ്യൂസ് അടിച്ചു കേട്ടോ. കാരണം ഞാൻ കുടിക്കുന്ന ജ്യൂസൊന്നും എൻ്റെ മക്കൾ കുടിക്കില്ല. മക്കൾ ജ്യൂസ് തന്നെ കുടിക്കില്ല. അവർക്ക് കൈതച്ചക്കൊക്കെ ഒന്ന് ചെത്തിയാലൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ഏതായാലും ഞാനതൊക്കെ ജ്യൂസ് അടിച്ച് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് പാൽവാഴക്കയാണ് കേട്ടോ. പാൽവാഴക്കൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇതൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് പാൽവാഴക്ക, ചിക്കൻ കറി, പത്തിരി, കൈതച്ചക്ക ജ്യൂസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ നോമ്പെടുക്കുമ്പോഴുള്ള വിഭവങ്ങൾ. ഇനി നമ്മൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കട്ടെ കേട്ടോ. അപ്പോൾ പാൽവാഴക്ക ഞാൻ കഴിച്ചു നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല പഴമക്കാരുടെ ഒരു വിഭവമാണ് കേട്ടോ ഇത്. നമ്മളെ കൊണ്ടോട്ടി പുളിക്കൽ കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ പാൽവാഴക്ക ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. റമദാനിൽ എല്ലാ വീടുകളിലും ഉണ്ടാകും. ഈ പാൽവാഴക്കല്ലാതെ ഒരു നോമ്പ് തുറ ഇല്ല എന്നാണ് എൻ്റെ ഉപ്പ പറയാറുള്ളത് പഴയ കാലത്തൊക്കെ. അങ്ങനെ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിൻ്റെ ശേഷം ഞങ്ങളിതാ പിന്നെ എനിക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, നൈറ്റി ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു അതായത് ഈ അമ്മായിൻ്റെ മക്കളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു വഴിയിലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. തറാവി കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം വൈകി പോവാൻ, കാരണം കുട്ടികളെടുത്ത് മോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നിന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ ആ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? അതാണ് പറഞ്ഞത്. അപ്പം വേങ്ങര സിനിമ ഹാളിൻ്റെ അവിടെ ഇങ്ങനെ എത്തി തുടങ്ങുന്നുണ്ട്.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ.